ഒത്തിരി പേരുടെ സംശയമാണ് ക്യാമറ ലെൻസ് പ്രൊട്ടക്ടർ ഉപയോഗിച്ചാൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുമോ? എനിക്കും ആ ഒരു സംശയം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ റിസർച്ച് നടത്തിയപ്പോഴാണ് ഇന്ന് നിലവിലുള്ളതിൽ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ലെൻസ് പ്രൊട്ടക്ടർ എനിക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ്ങുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഓഫ്ലൈൻ മാർക്കറ്റിലും ഓൺലൈൻ മാർക്കറ്റിലും ഏകദേശം 99 രൂപ മുതൽ ലെൻസ് പ്രൊട്ടക്ടറുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ലെൻസ് പ്രൊട്ടക്ടറുകൾ ഉപയോഗിച്ചാൽ അതിലുണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഒരു ലൈറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് ഒരു വലിയ പോരായ്മയാണ്. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന എൻ്റെ IQ ഫോണിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലാരിറ്റിക്കും നല്ല ഒരു കുറവുണ്ടായിരുന്നു. അത് ഞാൻ ആ ലെൻസ് പ്രൊട്ടക്ടർ ഇളക്കി മാറ്റിയതിന് ശേഷം ഫോട്ടോ എടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയുടെ ആ ഒരു ക്ലാരിറ്റി ഇത് മനസ്സിലായത്. ഈ പോരായ്മകളെ മറികടക്കുന്നതിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് ഗാഡ്ജറ്റ് ഷീൽഡിൻ്റെ ഒരു ലെൻസ് പ്രൊട്ടക്ടറാണ്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം 600 രൂപയോളം വരും. നമ്മുടെ ഗാഡ്ജറ്റ് ഷീൽഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. എനിക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗാഡ്ജറ്റ് ഷീൽഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അവർ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യങ്ങൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, കോറിംഗ് ഗൊറില്ല ഗ്ലാസ്, പിന്നെ അലുമിനിയം ഫ്രെയിം, ഇതൊക്കെയാണ് എടുത്തു പറയുന്നത്. ഈ ഒരു ലെൻസ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാനെടുത്ത ഒരു വീഡിയോയുടെ സാമ്പിളാണ്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോയും കൂടെ നോക്കേണ്ടതുണ്ട്, ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ലെൻസ് പ്രൊട്ടക്ടർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോസാണ്. ക്ലാരിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എന്തായാലും നിങ്ങളൊരു നല്ല ക്യാമറ ഫോൺ ഉപയോഗിക്കുന്നു, അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് വേണം നിങ്ങൾക്ക്, എന്നാൽ ലെൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. നമ്മൾ നല്ലൊരു ഫോൺ വാങ്ങിച്ചിട്ട് കുറഞ്ഞ വിലയ്ക്കുള്ള കേസും ലെൻസ് പ്രൊട്ടക്ടറൊക്കെ വാങ്ങിച്ചിടുമ്പോഴാണ് അതിന് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ഈ ലെൻസ് പ്രൊട്ടക്ടറും കേസൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക.